ഇപ്പൊ ഈ രാംനാരായൺ ബംഗ്ലാദേശുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒത്തുകൂടുന്നത്. ആ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകളെ എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെതിരായിട്ട് ഇങ്ങനെ ആൾക്കൂട്ടം കൂടുക, ഉപദ്രവിക്കുക. അതിപ്പം അതേസമയം ശക്തിയുള്ള ഒരുത്തിന്റെ അടുത്ത് ഈ പറഞ്ഞ സദാചാര പോലീസ് വരില്ല. നേരത്തെ പറഞ്ഞ വികാരം 4 പേര് കൂടുമ്പോ ഉണ്ടാവുന്ന സംഭവമാണ് ഇത്. നേരത്തെ പറഞ്ഞ പുള്ളി പറഞ്ഞല്ലോ, എന്റെ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ഈ വികാരമുള്ള 4 ആൾ കൂടുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. അതുപോലെ 4 പേര് കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഉൾപ്പെടുത്തരുത്. വേറെ ആരും എന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ കേരള പോലീസിന് താങ്കൾക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ബാംഗ്ലൂരിൽ വെച്ചുണ്ടായില്ലേ ഈ ആൾക്കൂട്ടത്തിന്റെ? അല്ല, അത് നമ്മുടെ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് കാരണക്കാർ മനുഷ്യനുണ്ട്. ഇത് തൃശ്ശൂർ മോർച്ചറിയിൽ ഈ ബോഡി വന്നതിന് ശേഷം ഈ കുടുംബക്കാരൻ ബന്ധുവിൽ നിന്ന് 30,000 രൂപ വാങ്ങിയിട്ട് ഈ ബോഡി ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയുള്ള ആസൂത്രണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്നത് ഈ ആക്ഷൻ കമ്മിറ്റിയിലെ സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് മംഗലാപുരത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട അഷ്റഫ്. അദ്ദേഹത്തിന്റെ സമാന അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം ചാനൽ വാർത്ത കണ്ടിട്ട് അത് തൻ്റെ സഹോദരൻ സംഭവിച്ച പോലെയുള്ള ഒരു അപകടമാണല്ലോ എന്ന് മനസ്സിലാക്കി ആ വേദന അറിയുന്നതുകൊണ്ട് ആ മനുഷ്യനോട് മോർച്ചയോട് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഈ ബോഡി അവിടെ നിന്നും കയറ്റിയേക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അദ്ദേഹം ഇടപെടുന്നതും. അങ്ങനെ ആരും അറിയാതെ പോകുമ്പോൾ ഇത് കൊലപാതകം. ഇപ്പോൾ കേരള സർക്കാർ 30 ലക്ഷം രൂപ അതിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.